ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. സോ നമുക്ക് സ്കിൻ പ്രപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തു. ഫസ്റ്റ് ടോണർ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് ഒരുപാട് നാളായിട്ട് ഈ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വണ്ടറിൻ്റെ ഒരു ടോണറാണ്. മെയിൻ കണ്ടന്റ് വരുന്നത് സെറമൈഡ് ആണ്. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സെറമൈഡ് കണ്ടന്റ് ഉള്ള ടോണറാണ് യൂസ് ചെയ്യുക. സെറമൈഡ്സ് ഉള്ള ടോണേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഞാനിപ്പോൾ എടുത്തത് കുറച്ച് കൂടിപ്പോയി. യൂഷ്വലി ഒരു കോട്ടൺ പാഡിലാക്കിയിട്ട് നമുക്ക് ഫേസിൽ അങ്ങനെ വൈപ്പ് ചെയ്യാം ടോണേഴ്സ്, അങ്ങനെയാണ് യൂഷ്വലി യൂസ് ചെയ്യുക. പക്ഷെ എനിക്ക് കോട്ടൺ പാഡിലാക്കുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ആ കോട്ടൺ പാഡിൽ അബ്സോർബ് ആവുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്യാറ്. ഓക്കെ, ടോണർ ഇപ്പം ഇട്ടു. ഈ ടോണർ ഒന്ന് മുഖത്ത് അബ്സോർബ് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇപ്പോഴും എൻ്റെ സ്കിന്നിലൊരു ഹൈഡ്രേഷൻ എഫക്റ്റ് കാണാൻ പറ്റുന്നില്ലേ? അത് സെറമൈഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. എല്ലാ ടോണേഴ്സ് അപ്ലൈ ചെയ്താലും നമുക്ക് ആ ഒരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാനിവിടെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊഡാലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്താൽ. ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഈ വണ്ടറിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ബ്രാൻഡ്സ് സ്വിച്ച് ചെയ്യും, അങ്ങനെ മേടിച്ച പ്രോഡക്റ്റാണ് ഇത്. ഇത് ആക്ച്വലി കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ നല്ല ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഇച്ചിരി പ്രോഡക്റ്റ് മതി കേട്ടോ ഇതിന്. ഫേസ് അത്യാവശ്യം ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇത്രയും കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ തന്നെ. എനിക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടില്ലേ, അതുപോലത്തെ ഒരു മോയ്സ്ചറൈസറായത്. പക്ഷേ ഏകദേശം 50 ml 4000 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ വേർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. പക്ഷേ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും മോയ്സ്ചറൈസേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് പ്രോഡക്റ്റ്. ഇനി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഡെർമക്കോ തന്നെയാണ്. അധികം വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഫാസ്റ്റ് അബ്സോർബിംഗ് ആയിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആട്ടോ ഡെർമക്കോ. സ്കിൻ പ്രെപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് വേണം എപ്പോഴും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്മാഷ് ബോക്സിൻ്റെ ഈ ഒരു പ്രൈമറാണ്. കുഞ്ഞതാണെങ്കിലും നല്ല പ്രൈമറാണ്. അപ്പം ഞാനിങ്ങനെ ചെയ്യാറ് യൂഷ്വലി കുഞ്ഞു ഡോട്ട്സ് പോലെ ഫേസിൽ ഇട്ടും, എന്നിട്ട് ഞാനത് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് മന്ത് ഒരുപാട് ഹോർമോണൽ ആക്നീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആക്നീസൊക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ആൻഡ് എനിക്ക് നല്ല ഒരു കൺസീലർ ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തു. ഇറ്റ്സ് ഫ്രം ദ ബ്രാൻഡ് കെ ബ്യൂട്ടി. ഇതാണ് കൺസീലർ. ആൻഡ് എനിക്ക് എൻ്റെ ഒരു പെർഫെക്റ്റ് ഷെയ്ഡും കിട്ടി. ആൻഡ് നല്ല കവറേജുമാണ് ഈ കൺസീലറിന്. അതുകൊണ്ട് നമുക്ക് ഈ പാടുകളെല്ലാം ഈസി ആയിട്ട് കൺസീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും ഭാഗത്താണ് കൺസീലർ അപ്ലൈ ചെയ്യാറ്. എന്നിട്ട് ഞാൻ എൻ്റെ ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ആക്കാറ്. കണ്ടോ, ബ്ലെൻഡ് ആക്കിയപ്പോൾ ആ ഒരു മാർക്സ് ഫുള്ള് പോയില്ലേ? ഇതാ ഞാൻ പറഞ്ഞു, ഇത് നല്ല കൺസീലറാണ്. പക്ഷെ ഞാൻ ലേറ്റായിട്ടാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇപ്പം എൻ്റെ മുഖത്തുള്ള സ്കാർ മാർക്സ് എല്ലാം കവറായി.
നല്ല കവറേജ് ആൻഡ് നല്ല ഫിനിഷിംഗ് ആയി കൺസീലർ തരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റായത്. ഓക്കെ, ഇനി കൺസീലർ ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ മീൻവൈൽ നമുക്ക് ആ ടൈം കൊണ്ട് ഐ മേക്കപ്പ് ചെയ്യാം. വലിയ ഐ മേക്കപ്പ് ഒന്നുമില്ല, ഒരു സിമ്പിൾ ഐ മേക്കപ്പ്. ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യും, ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ മുകളിലാണ് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യാറ്. ഈ ഒരു പാലറ്റാണ്, സോറി പാലറ്റ് അല്ല, ഇതാണ് എൻ്റെ അടുത്തിരിക്കുന്ന കോമ്പാക്ട് പൗഡർ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സ്പഞ്ചൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കിത് ഇഷ്ടമല്ല. ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് ആ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാറ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പൗഡർ എടുക്കും, കുറച്ച് മതി. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കും. ഈ പൗഡർ ഫേസിലൊന്നും വീഴാതെ നോക്കണം, കാരണം പൗഡർ ഫേസിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. നമുക്ക് ഐ ഷാഡോ ഇടാം. ഐ ഷാഡോ എൻ്റെ കയ്യിൽ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു പാലറ്റ് ആയിരിക്കുന്നത്. കുറച്ച് ഷെയ്ഡ്സേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഇത്രയും ഷെയ്ഡ്സ് മതി. ഓക്കെ, ഇതാണ് എൻ്റെ പാലറ്റ് വരുന്നത്. ആൻഡ് ഞാൻ അതെ ഈ ഒരു ഷെയ്ഡാണ് എടുക്കാൻ പോകുന്നത്. ഇത് കുറച്ചെടുത്ത് ഞാൻ എൻ്റെ ഐസിൻ്റെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും, എന്നിട്ട് ഈ ഐസിലും അതുപോലെ ചെയ്യും. എന്നിട്ട് ഞാനിത് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടാക്കും. അപ്പോൾ അത് നല്ലപോലെ ബ്ലെൻഡായി കിട്ടും. വേണമെങ്കിൽ കളർ കുറച്ചുകൂടെ ഒന്ന് കൂട്ടാം. എന്നിട്ട് ഞാൻ ഈ ഒരു ഡാർക്കർ ഷെയ്ഡില്ലേ, ഈ ഷെയ്ഡും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യും. ഇങ്ങനെ ഔട്ടർ കോർണറിൽ നിന്ന് അകത്തോട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കാം. അപ്പം ഞാൻ ഈ ബ്രഷിൻ്റെ ഈ സൈഡ് യൂസ് ചെയ്തിട്ട് ഇത് ഈ ഒരു ഷെയ്ഡ് എടുക്കുക. ഇതിൻ്റെ ഔട്ടർ എഡ്ജ് ഒന്ന് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ്, ലൈക്ക് ഇവിടെ. അത് ഞാൻ സ്മഡ്ജ് ചെയ്തു. ഇനി ഇതെല്ലാം ഈ ഐസിലും ചെയ്യണം. ഞാനിപ്പോൾ 2 ഐസിലും സെയിം പോലെ ചെയ്തു. ഇനി കുറച്ച് നമുക്ക് ഷിമ്മർ ആഡ് ചെയ്യാം. സോ ഷിമ്മറായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ 2 ഷെയ്ഡാണ്, ഈ ഗോൾഡനും പിന്നെ ഇതൊരു മൂവ് പർപ്പിൾ ഷെയ്ഡ് പോലത്തെ ഷെയ്ഡ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗോൾഡൻ അപ്ലൈ ചെയ്യുന്നത്. ഞാനിത് ഫിംഗർ ടിപ്സ് കൊണ്ടാട്ടോ ചെയ്യുന്നത്. ഞാനിത് ഫിംഗർ ടിപ്പിൽ ചെയ്യുന്ന കൂടുതൽ കംഫർട്ടബിൾ. ഈ സെൻറ്റർ പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്യും, എന്നിട്ട് 2 സൈഡിലോട്ടും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കും. നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഇതോടെ ഞാൻ ഒരു സൈഡിലാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം, അപ്പോൾ നമ്മൾ ഈ ഐ ഷാഡോ എല്ലാം അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് ഇവിടെയൊക്കെ കുറച്ച് ഇംപെർഫെക്റ്റ് ആയിട്ട് കിടപ്പില്ലേ, അതെല്ലാം നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ്. അതിന് ജസ്റ്റ് ഒരു ഇയർബഡ്സ് എടുക്കുക. ഇയർബഡ്സിൽ കുറച്ച് മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ആക്കിയിട്ട് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി. അതെല്ലാം വന്നു. അതുപോലെ നമുക്ക് ഈ ഭാഗം ചെയ്യാം. ഇപ്പം 2 സൈഡും പെർഫെക്റ്റ് ആയി ഐ ഷാഡോസ് എല്ലാം. ഇനി ഐലൈനർ ഇടണം. ഐലൈനർ എനിക്ക് ക്യാമറയിൽ നോക്കി ഇടാൻ ബുദ്ധിമുട്ടാണ്, സോ ഞാൻ ഐലൈനർ ഇട്ടിട്ട് വരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വിങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് വിങ് മാത്രം ഇടാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ഐബ്രോസ് കൂടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. എനിക്ക് ഓൾറെഡി നല്ല തിക്ക് ഐബ്രോസാണ്, അതുകൊണ്ട് ഫില്ല് ചെയ്യൽ വളരെ ഈസിയാണ്. എനിക്ക് ഈ 2 കാര്യങ്ങളും എനിക്ക് ക്യാമറയിൽ നോക്കിയാൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ചെയ്തിട്ട് വന്നത്.
ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് മസ്കാര അപ്ലൈ ചെയ്യും. ഞാൻ റെനയുടെ ഈ ഒരു വോള്യൂമാക്സ് മസ്കാര എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാര യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമില്ല, എനിക്കിത് അത്ര വാട്ടർ പ്രൂഫ് ആണോന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ദോ ഇവർ വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയുന്നത്, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ചെയ്യും അത്യാവശ്യം. ഇപ്പം മസ്കാര ഒക്കെ ഇട്ടു. മസ്കാര ഇട്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ടോപ്പിലുള്ള ലാഷിൽ മാത്രമേ മസ്കാര അപ്ലൈ ചെയ്യാറുള്ളൂ, താഴത്തെ ലാഷിൽ അപ്ലൈ ചെയ്യാറില്ല. എനിക്കെന്തോ അതത്ര ഇഷ്ടമല്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് സെറ്റായി. ഒരു സിമ്പിൾ ഐ മേക്കപ്പ് അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കൺസീലർ അപ്ലൈ ചെയ്തിരുന്നല്ലോ, അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ ഞാൻ കെ ബ്യൂട്ടിയുടെ തന്നെ ഈ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്കിന്നിൽ എപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പ്രോഡക്റ്റേ എടുക്കാറുള്ളൂ. കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റാറുണ്ട്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്കിത് വളരെ ഒരു ഡ്രോപ്പ് മതി, ലൈക്ക് ഇത്രയും, ഇത്ര മതി എൻ്റെ ഹോൾ ഫേസിന്. ഫേസും നെക്കും എല്ലാം കവറാവും. ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യും. ഞാൻ ഒരു മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യാറ്. എനിക്ക് ബ്ലെൻഡറിനേക്കാൾ കുറച്ചുകൂടെ ഇഷ്ടം മേക്കപ്പ് ബ്രഷാണ്. എന്നിട്ട് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ചിലപ്പോൾ ഒരു ഫൈൻ ലൈൻസ് പോലെ നമുക്ക് ഇവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണും ഈ ബ്രിസിൽസിൻ്റെ. അപ്പോൾ അങ്ങനെ ലൈൻസ് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫൈനൽ ടച്ചായിട്ട് ഒരു മേക്കപ്പ് ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഒരു ഫൈൻ ലൈൻസ് വരാറില്ല. ഫൗണ്ടേഷനൊക്കെ ഒരുപാട് കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഫൈൻ ലൈൻസ് അങ്ങനെ കൂടുതൽ വരാറ്. ആൻഡ് നമ്മൾ നല്ല സോഫ്റ്റ് ബ്രിസിൽസുള്ള ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലഷ്. ഞാൻ റെയർ ബ്യൂട്ടിയുടെ ഈ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഇതൊരു സൂപ്പർ ബ്ലഷാണ്. ഒത്തിരി കൂടുതലൊന്നും നമ്മളിത് അപ്ലൈ ചെയ്യണ്ട, ഒരു കുഞ്ഞു ഡ്രോപ്പ് മതി. ഓക്കെ, ഇത്രയും ഡ്രോപ്പ് മതി. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ടോട്ടൽ നമുക്ക് ഇത്രയും ബ്ലഷ് അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇത് ബ്ലെൻഡ് ആക്കുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ട സ്ഥലത്തെല്ലാം നമുക്ക് ആ ഒരു ബ്ലഷ് പിങ്ക് എഫക്റ്റ് കിട്ടും. ഞാൻ ഫിംഗർ ടിപ്സ് തന്നെ കേട്ടോ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇത്ര ബ്ലഷ് മതി. ഇത് നമുക്ക് പെർഫെക്റ്റ് എമൗണ്ട് ആണ്. നെക്സ്റ്റ് ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണം. ഇത് ചേംബർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ്. ഞാൻ മേടിച്ചിട്ട് ഒത്തിരി നാളായി. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഹൈലൈറ്ററാണ്. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ് കുറച്ച് പ്രശ്നമുണ്ട്. ഐ തിങ്ക് എനിക്ക് തന്ന പ്രോഡക്റ്റിൻ്റെ മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈക്ക് ഇവിടെയൊക്കെ ലീക്കായി. ഞാനൊരു ദിവസം ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തപ്പോൾ ഇത് ഫുൾ ലീക്കായി. ആൻഡ് ഇതിൻ്റെ അപ്ലിക്കേറ്ററൊക്കെ ഇങ്ങനെയാണ്. ആൻഡ് ഇത് ഇനി ഒരു ബ്രഷ് വെച്ച് നമുക്ക് ബ്ലെൻഡ് ആക്കാം. ഹൈലൈറ്റർ അപ്ലൈ ചെയ്തു. ഒരു ഷൈനിങ് കാണാൻ പറ്റുന്നില്ലേ? വേണമെങ്കിൽ നമുക്ക് ബ്രോസിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ഭംഗിയാണ്. ലൈക്ക് ഇവിടെ. ഇനി നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ്, അതായത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എപ്പോഴും ആദ്യം ഒരു ഡാർക്കർ ലൈൻ കൊണ്ട്, ഐ മീൻ ഡാർക്കർ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡാർക്കർ ലിപ്സ്റ്റിക്ക് കൊണ്ടോ ആദ്യം ഔട്ട്ലൈൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് വേറൊരു ലിപ്സ്റ്റിക്ക് ഫില്ല് ചെയ്യും. എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കും മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കുമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ രണ്ട് ലിപ്സ്റ്റിക്സ്.
ഇത് കെ ബ്യൂട്ടി, ഇത് മാക്. ഞാൻ കെ ബ്യൂട്ടി കൊണ്ട് ഔട്ട്ലൈനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ലിപ്സിൽ ഇപ്പോൾ കുറച്ചൊരു എക്സ്ട്രാ ലിപ് ബാം ഉണ്ട്, അത് ഞാനൊന്ന് വൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ കിസ് ചെയ്താൽ മതി. ഒരു എക്സ്ട്രാ ഷൈനിങ് ഉണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്താൽ അത്ര ഭംഗിയിൽ വരില്ല. ഇതാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഔട്ട്ലൈൻ ചെയ്തു. നെക്സ്റ്റ് ഈ ലിപ്സ്റ്റിക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് മാക്കിൻ്റെ സോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഒരു മൂവ് ഷെയ്ഡാണ്. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കിട്ടുന്നതായിരിക്കും. സി, ഈ ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഇട്ട് മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു കോമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു ലൂസ് പൗഡറോ യൂസ് ചെയ്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ആൻഡ് ഏറ്റവും ഫൈനലായിട്ട് നമുക്കൊരു മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ അപ്ലൈ ചെയ്യണം. ഫിറ്റ്മിയുടെ ഈ കോമ്പാക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഞാനിങ്ങനെ എടുക്കുന്നു ആൻഡ് എക്സസ് ഉള്ളതൊന്ന് തട്ടിക്കളയാം. ഒരു ഇത്ര പ്രോഡക്റ്റ്. ഓക്കെ, അത് വെച്ചിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ്, അതായത് മേക്കപ്പ് ഫിക്സിങ് വിത്ത് എ മേക്കപ്പ് ഫിക്സർ. ഞാൻ ഇവിടെ ഫേസസ് കാനഡയുടെ അൾട്ടീൻ പ്രോ മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒട്ടും ലാസ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി അത് എന്തുകൊണ്ടാണെന്ന്. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഞാനൊരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാത്തതുകൊണ്ടായിരുന്നു എൻ്റെ മേക്കപ്പ് അങ്ങനെ ലാസ്റ്റ് ചെയ്യാതിരുന്നത്. ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല. ലൈക്ക് ഇപ്പോൾ ഒരു മോർണിംഗ് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഈവൻ എത്ര നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഒന്ന് മാറും. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ റീസെൻ്റ് ആയിട്ടാണ് മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ചേഞ്ചാണ് ഫീൽ ചെയ്തത്. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ വെച്ച് വേണം സ്പ്രേ ചെയ്യാൻ. ലൈക്ക് ഇപ്പോൾ ഒരു ഇത്ര ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടായിരിക്കണം സ്പ്രേ ചെയ്യുമ്പോൾ. ലൈക്ക് ഇത്ര അടുത്തുനിന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സിലാണ് വരിക. നമ്മുടെ മേക്കപ്പ് എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലാം കുളമാവും. ഇതൊന്ന് ഡ്രൈ ആവണം. പെട്ടെന്ന് ഡ്രൈ ആവും. ഒരു 5-10 സെക്കൻഡ്സിൽ തന്നെ ഇതെല്ലാം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. അപ്പോൾ നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കിട്ടും ടോട്ടലി നോക്കുമ്പോൾ. അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം ഓൾമോസ്റ്റ് സെറ്റായി ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എല്ലാം ഇപ്പോൾ കറക്റ്റായി ഫിക്സ് ആയിട്ടുണ്ട്. എൻ്റെ സ്പോട്ട്സ് എല്ലാം പോയി. ഇനി ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം. ഓക്കെ ഗായ്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സിമ്പിളാണ്, പക്ഷെ എന്നാൽ കുറച്ചൊരു എലഗൻസും ഉണ്ട്. ഈ ഒരു സിമ്പിൾ ബ്ലാക്ക് സൽവാറാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഐ ഹോപ്പ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.